നമുക്ക് വേണ്ടപ്പെട്ടവർ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അതൊരു സംരംഭമാണ്. പക്ഷെ ഇത് ഈ ആൾക്കാരെ കൊന്നിട്ടുള്ള സംരംഭത്തിന്റെ ആവശ്യമില്ലല്ലോ ഇവിടെ. അയാളുടെ കയ്യിൽ കാശുണ്ടെന്നും കാശ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വേണോ ഇവിടെ നടക്കുമെന്നും അയാൾക്ക് ഇഷ്ടമുള്ള അത്രയും കോഴി ഇവിടെ ഇടുമെന്നും ഇവിടെ ആരും ചോദിക്കാൻ വരില്ലെന്നാണ് അയാൾ വെല്ലുവിളിച്ചിട്ട് പോയത്. നമ്മൾ ഏറ്റവും പ്രാധാന്യം ഈ കൊച്ചുകുട്ടികൾ ഇത് സ്മെല്ല് അകത്തോട്ട് എടുക്കുന്നതോടൊപ്പം തന്നെ ഈ കെമിക്കലുകളിലൂടെ ഉള്ളിലോട്ട് പോകുന്നതാണ് ശരിക്കുള്ള വാസ്തവം. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകരയിലുള്ള തിരുവരം പഞ്ചായത്തിൽ വരുന്ന പത്തനാവിള RC ചർച്ചിന് സമീപത്താണ്. ഇവിടെ ഒരു കോഴി ഫാമുമായി ബന്ധപ്പെട്ട് വലിയൊരു ആശങ്ക തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ്. അതായത് 2000-ത്തിലധികം കോഴികളെ വളർത്താനുള്ള ഒരു അനുമതി ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഈ ജനങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് പറഞ്ഞതിലധികം കോഴികളെ വളർത്താനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മുന്നോട്ടുണ്ട്, വലിയ ആശങ്കകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ തന്നെ പ്രതിഷേധവുമായിട്ട് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും അവരിലേക്ക് തന്നെ പോകാം. അവർ കൂടുതൽ വിവരങ്ങൾ മലയാളി വാർത്തയോട് പ്രതികരിക്കുന്നു. ഈ കോഴി ഫാം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാൻ കോഴി ഫാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിനുള്ള കൂടുകളുടെ നിർമ്മാണമാണ് നിലവിൽ പൂർത്തിയായിട്ടുള്ളത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളുടെ സെന്റ് ജോസഫ് ചർച്ച് പത്തനാവുള ദേവാലയത്തിന്റെ വെറും 40 മീറ്ററിനകത്താണ് ഈ കൂട് സ്ഥിതി ചെയ്യുന്നത്. 2000 കോഴി ഇടാനെന്നുള്ള വ്യാജേനെ സർക്കാരിനെയും നാട്ടുകാരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവരെന്ത് ചെയ്തത്, ഈ കൂട് നിർമ്മാണം ആരംഭിച്ചത്. നിലവില് നമ്മളെ സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾ അനുസരിച്ച് 2000 കോഴി വരെയുള്ള കോഴി ഇടാനുള്ള സംരംഭത്തിന് വരെ ഇവർക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ടെമ്പററി നമ്പർ ഉപയോഗിച്ച് ഇതിന്റെ ബാക്കിയുള്ള നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടി പറ്റും. അതായത് കറണ്ട് കണക്ഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ 2000 കോഴി ഇടാൻ വേണ്ടിയാണ് ഇവര് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിയിൽ നിന്ന് അനുമതി വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷെ 2000 കോഴി ഇടാൻ വേണ്ടി 2500 സ്ക്വയർ ഫീറ്റിന്റെ കൂടാണ് ആവശ്യം. അതായത് 1000 കോഴി ഇടാൻ വേണ്ടി 1202 സ്ക്വയർ ഫീറ്റ് എന്നുള്ളതാണ് കണക്ക്. പക്ഷെ നിലവിൽ 8000 കോഴിയിൽ കൂടുതൽ കോഴി ഇടാനുള്ള കൂട് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പോയി നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പുതിയ സർക്കുലർ അനുസരിച്ച് 2023 വന്ന സർക്കുലർ അനുസരിച്ച് 5000 കോഴി ഇടണമെങ്കിൽ പോലും 1 ലക്ഷം കോഴി ഇടാനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ 5000 കോഴി ഇടാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ഈ വേസ്റ്റ് കൺട്രോളിനും മറ്റും കമ്പോസ്റ്റ് കുഴി പോലുള്ള സംഭവങ്ങളെല്ലാം ചെയ്താൽ മാത്രമേ 5000 കോഴി ഇടാൻ വേണ്ടി പറ്റുള്ളൂ. നിലവിൽ 6000 കോഴി ഇടാനുള്ള അനുമതി വേണമെന്ന് പറഞ്ഞ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡില് ഇത് ഈ സംരംഭം നടത്താൻ സംരംഭത്തിന്റെ നടത്തിപ്പുകാരൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട് സംരംഭകർ. പക്ഷെ അതിനുള്ള ഒരു നടപടി ഇവിടെ പൂർത്തിയാക്കിയിട്ടില്ല. ശരിക്കും 5000 കോഴി ഇടണമെന്നുണ്ടെങ്കിൽ പോലും ഒരു ഡ്വെല്ലിംഗ് പ്ലേസിൽ നിന്ന് 300 മീറ്റർ അകലവും, അത് മാത്രമല്ല ജലസ്രോതസ്സിൽ നിന്ന് 100 മീറ്റർ അകലവും പാലിക്കണം. പക്ഷെ അതൊന്നും ഇവിടെ പാലിച്ചിട്ടില്ല. ആ വീടുമായിട്ട് വെറും ഇതിന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന വീടുമായിട്ട് വെറും 25 മീറ്റർ അകലം മാത്രമേ പാലിച്ചിട്ടുള്ളൂ വീടുകളിൽ നിന്ന്. ഒരു വീട്ടിൽ നിന്നും അതായത് 300 മീറ്ററിനകത്ത് ഒരുപാട് വീടുകൾ ഈ കോഴി ഫാമിന്റെ പരിസരത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ള കാരണങ്ങൾ കൊണ്ടാണ് സർക്കാർ എന്തിന് ഇത്തരം ഗൈഡ് ലൈൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊന്നും പാലിക്കാതെയാണ് നിലവിൽ ഈ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. 2000 കോഴി ഇടാനുള്ള പെർമിഷൻ മാത്രമാണ് അതായത് ഇവര് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷെ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള കൂട് ചെയ്തിരിക്കുകയാണ്. ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള കൂട് ചെയ്തതിന് ശേഷമാണ് 6000 കോഴി ഇടാനുള്ള പെർമിഷൻ വേണമെന്ന് പറഞ്ഞവര് പൊല്യൂഷൻ കൺട്രോൾ ബോർഡില് അപേക്ഷ കൊടുത്തു. നമുക്കിത് കണ്ടാ അറിയാൻ പറ്റും, ഇതൊരിക്കലും 2000 കോഴി ഇടാനുള്ള കൂടല്ല. ഇത് സോണി എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന്റെ ഓണർ, സംരംഭകൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സംരംഭത്തിനും നമ്മൾ എതിരല്ല, പക്ഷെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണം വരാൻ വേണ്ടി. ഞങ്ങളുടെ പള്ളിയുടെ കൂടെ നേഴ്സറി സ്കൂൾ, LKG UKG നേഴ്സറി സ്കൂള് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ നിലവിൽ ഈ പത്തനാവുള വാർഡിലെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിതരുള്ളത് നമ്മളെ കേരളത്തിലെ തിരുവരം പഞ്ചായത്തിലെ പത്തനാവുള വാർഡിലാണ്. സർവേ അനുസരിച്ച് അത്രത്തോളം നാട്ടുകാര് സഫർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരുപാട് കോഴിപ്പുരകളുണ്ട്. മാനദണ്ഡങ്ങൾ അനുസരിച്ച് ലൈസൻസോടുകൂടി എത്ര എണ്ണം പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തപ്പം മനുഷ്യാവകാശ കമ്മീഷനിലെ അവിടുത്തെ കോടതിയിലെ സിറ്റിംഗ് ജഡ്ജി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിനുള്ള പൈസ ആര് കൊടുക്കും എന്നുള്ളതാണ് അവരുടെ ചോദ്യം. പക്ഷെ അപ്പൊ നമ്മൾ ഈ സഫർ ചെയ്യണത് നമ്മൾ ആരടുത്ത് പോയി പരാതി പറയണം?
എന്റെ മകൻ ഉൾപ്പെടെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് 6 വർഷം കൊണ്ട് ചികിത്സ തേടുകയാണ്. അതുപോലെ ഈ പരിസരത്തുള്ള എല്ലാ ആൾക്കാരുടെയും, അതായത് ഇവിടെ വേറെയും പൗൾട്രി ഫാമുകളുണ്ട്, കുഞ്ഞു കുഞ്ഞു പൗൾട്രി ഫാം, അതായത് 1000 കോഴി ഇടാനെന്നുള്ള വ്യാജേന കൂടുതൽ കോഴികളിട്ട് പ്രവർത്തിക്കുന്ന പൗൾട്രി ഫാമുകൾ വേറെ ഇവിടെയുണ്ട്. അപ്പൊ അത് കാരണം ഇവിടെയുള്ള ആൾക്കാർ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും അതുപോലെ തന്നെ എന്തോന്നാണ് ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ കൊണ്ട് സഫർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ. എന്തുകൊണ്ട് തൊട്ടടുത്തടുത്തുള്ള വീടുകളിൽ ക്യാൻസർ വരുന്നു എന്നുള്ളത് ചോദ്യമാണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ വെൽഫെയർ എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ കൂടെ ഉത്തരവാദിത്വമാണ്. അതിലെന്ത് ചെയ്യണം, അതും കൂടെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ സംഭവം ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതി പോയപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിലും പെടുത്തിയതാണ്. അതുകൊണ്ട് ഈ നിലവിൽ ഇരിക്കുന്ന സ്ഥിതിക്ക് ഈ കൂട്ടിൽ അത്ര ഇടാൻ പറ്റുന്ന കോഴികൾ അവരിടുകയാണെങ്കിൽ നമുക്കിപ്പോ ഇവിടെ കാണാൻ പറ്റും അതിനുള്ള ഒരു സജ്ജീകരണങ്ങളും അവര് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല പരിസരത്ത് ഈ 300 മീറ്റർ എന്നുള്ള മാനദണ്ഡം പൂർണ്ണമായും പാലിക്കാതെയാണ് ഈ വീടുകൾ ഈ കൂട് വെച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോ പരാതി മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പരാതി കൊടുത്തിട്ടുണ്ട്, സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതി കൊടുത്തതിന്റെ എല്ലാത്തിന്റെയും നമുക്ക് റിപ്പോർട്ട് കിട്ടിയത് എന്തോന്നാണ്, ഇവിടെ തൂണ് മാത്രമേ നിർത്തിയിട്ടുള്ളൂ, നിലവിലെ ഫാമോ കോഴിയോ ഇല്ലെന്നുള്ള ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന്. കൂടിന്റെ പ്രവർത്തനം പൂർത്തിയായിട്ടുള്ളത്, ആ കൂടിന്റെ പണികൾ പുരോഗമിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യും കാണാൻ പറ്റും. ഇതെന്തായിരുന്നാലും 2000 കോഴി ഇടാനുള്ള കൂട് അല്ല. ഓണർ നമ്മൾ സംസാരിച്ചു. കുറച്ചു നേരത്തെ ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കാൻ വന്ന സമയത്ത് ഞങ്ങളെ വെല്ലുവിളിച്ചിട്ടാണ് പോയത്. അയാളുടെ കയ്യിൽ കാശുണ്ടെന്നും കാശ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വേണം ഇവിടെ നടക്കുമെന്നും അയാൾക്ക് ഇഷ്ടമുള്ള അത്രയും കോഴി ഇവിടെ ഇടുമെന്നും ഇവിടെ ആരും ചോദിക്കാൻ വരില്ലെന്നുമാണ് അയാൾ വെല്ലുവിളിച്ചിട്ട് പോയത്. പുള്ളി വന്ന സമയത്ത് തൊട്ടപ്പുറത്തെ പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പർ കൂടെ ഉണ്ടായിരുന്നു, BJP വാർഡ് മെമ്പർ കൂടെ ഉണ്ടായിരുന്നു. അവരും വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത് കോഴി ഇടുമെന്നുള്ളത്. ഇതിപ്പോ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും എന്ന് ആരെങ്കിലും പറഞ്ഞുള്ള അറിവാണ്? ഇല്ല, ഞങ്ങൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയില്ലേ, ഇവിടെ എല്ലായിടത്തും കോഴിപ്പുരകളുണ്ട്. എന്റെ വീട്ടിൽ ഉൾപ്പെടെ ഇത് കാരണമുള്ള വിഷയങ്ങളുണ്ട്. ഞാൻ ഉൾപ്പെടെ അലർജിക് ആയിട്ടുള്ള കാര്യത്തിന് ഇത് ഈ കോഴിപ്പുര, ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കോഴിപ്പുര വന്നതിന് ശേഷമാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഇത്ര അലർജിക് ആയിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ വന്നു തുടങ്ങിയത്. എന്തുകൊണ്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരണം എന്നുള്ളത് മനസ്സിലായത്. മറ്റ് വാർഡുകളിൽ നിന്നും മറ്റ് പഞ്ചായത്തിൽ നിന്നും നമുക്കുള്ള വിഷയം എന്തോന്നാണെന്നുള്ളത് നോക്കി ഈ അടുത്തടുത്ത് ക്യാൻസർ പേഷ്യൻസ് വരെ കോഴിപ്പുരകളാണുള്ളത്. അതല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ളത് ആരോഗ്യവകുപ്പ് എന്ത് ചെയ്യണം, ഒരു പഠനം നടത്തി കണ്ടുപിടിക്കണം. എന്തായിരുന്നാലും ഇതിനൊരു കടിഞ്ഞാണിട്ടില്ലെങ്കിൽ നാട്ടുകാർക്ക് നേരെ ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോ പൊതുവെ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ സാധാരണ ആളുകൾ ചോദിക്കുക, ഇത് ഒരാളുടെ ഉപജീവന മാർഗമാണ്, അപ്പൊ അതിനെതിരെ എന്തിനിങ്ങനെ ഒരു പ്രതികരണം? ഒരിക്കലും ഇല്ല. ഒരാളിന്റെ ഉപജീവന മാർഗം നമ്മള് തടസ്സപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇവിടെ ഒരു കോഴി ഫാം വരുന്നത് കൊണ്ടോ അത് നടത്തിക്കുന്നത് കൊണ്ടോ ഞങ്ങൾക്ക് ഒരു വിഷയവും ഇല്ല. ഇതിപ്പോ ഇവിടെ ഒരു കോഴി ഫാം വന്നിട്ട് ആദ്യത്തെ ഒരു ആവശ്യത്തിന് അവർ കുറെ കോഴി ഇട്ടിട്ട് പോകും. ഒന്നാമത്തെ കാര്യം, നടത്തിപ്പേർ ഇവിടുത്തെ താമസക്കാരനല്ല, അയാൾ താമസിക്കുന്നത് വേറൊരു സ്ഥലത്താണ്. ഇവിടെ നിന്നുള്ള സ്മെല്ലും മറ്റു ബുദ്ധിമുട്ടും വരുമ്പോഴത്തേക്ക് ഈ തൊട്ടടുത്ത് 40 മീറ്ററിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ ആരാധനാലയം, അതോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന ഞങ്ങളെ കുട്ടികളെന്ന് തന്നെ പറയും. കാരണം ഞങ്ങളുടെ കുട്ടികളാണ്. ഈ പരിസര പ്രദേശത്തുള്ള മറ്റു വീടുകളിൽ നിന്ന്, അതായത് ഞങ്ങളുടെ പള്ളിയിലുള്ള കുട്ടികൾ മാത്രമല്ല മറ്റു മതസ്ഥരായിട്ടുള്ള കുട്ടികൾ അവിടെ പഠിക്കാൻ വരുന്നുണ്ട്. അവരും ഇത് സഫർ ചെയ്യും. അപ്പൊ നമുക്ക് ഇതിന് കൃത്യമായിട്ടുള്ള കടിഞ്ഞാൻ ഇട്ടുകൊണ്ട് ഇപ്പോഴേ അവരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ വാൺ ചെയ്തില്ലെങ്കിൽ അത് അവസാനം ഞങ്ങൾക്ക് തന്നെ വിനയായിട്ട് വരും. എന്റെ വീട് തൊട്ടടുത്താണ്. അപ്പൊ എന്റെ ഭർത്താവ് ശ്വാസകോശ സംബന്ധമായ രോഗത്താല് കഴിഞ്ഞ മാസത്തെ ICUലൊക്കെ ആയിരുന്ന അതാണ് എന്റെ ഭർത്താവ്. ഇപ്പം ശകലം മാറ്റമുണ്ട്. പക്ഷെ അപ്പോഴേക്കാം ഈ കോഴി ഷെഡ് വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ ശ്വാസകോശ സംബന്ധമായ രോഗം വന്നു എന്ന്. പക്ഷെ ഞങ്ങളെ പള്ളിയുടെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു കോഴി ഷെഡ് ഉണ്ട്, ഇതുപോലെ 2-3 കോഴി ഷെഡ് ഉണ്ട്. അവിടെയുള്ള സ്മെല്ലൊക്കെ നമുക്ക് അടിക്കുന്നു. അപ്പൊ ഞങ്ങളെ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കോഴി ഷെഡ് വരുമ്പോൾ ഇതിന്റെ സ്മെല്ലും കൂടെ ആകുമ്പോൾ ഈ അസുഖം കൂടും. പക്ഷെ ഇത് ശ്വാസകോശ സംബന്ധമായ രോഗവും അലർജി രോഗവും ത്വക്ക് രോഗമാണ് ഇതിന് പ്രധാനമായിട്ട് വരുന്നത്. പക്ഷെ എന്നാൽ ഈ വാർഡില് ഏറ്റവും കൂടുതൽ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നോക്കാമെങ്കിൽ ഈ 11ാം വാർഡില് 10 പുത്തങ്കട വാർഡിലാണ് ഈ വസ്തുവിന്റെ ചുറ്റുമുള്ള 4 ക്യാൻസർ പേഷ്യന്റ് ഉണ്ട്. അത് പല സ്ഥലത്തായിട്ട് പല ഭാഗങ്ങളിലാണ് ഈ ക്യാൻസർ രോഗമുള്ളത്. അപ്പൊ ഇതെല്ലാം പോട്ടെ, 2023/10/24 നമ്മള് ഈ
ഞങ്ങൾ തന്നെ ഈ മരങ്ങൾ മുറിച്ച ഉടനെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു 117 പേര് ഒപ്പിട്ട് ഞങ്ങൾ കളക്ടർ ഓഫീസിൽ, പൊല്യൂഷൻ കൺട്രോൾ ഓഫീസിൽ, അങ്ങനെ പഞ്ചായത്ത് മുതൽ ഹോസ്പിറ്റൽ വരെ എല്ലായിടത്തും ഈ പരാതി കൊടുത്തിട്ടും ഇതിനെ അതിക്രമിച്ചുകൊണ്ടാണ് നമുക്കിപ്പോൾ വീണ്ടും ഈ ഷെഡ് വന്നത്. അപ്പൊ അനധികൃതമായ ഷെഡാണിത് വെച്ചിട്ടുള്ളത്. കാരണം ഞങ്ങൾ മരം മുറിച്ചത് മുതൽ തന്നെ അപ്പോഴേ ചെയ്ത കാര്യമാണ്. എന്നിട്ട് തിരിച്ചും വീണ്ടും 117 പേര് ഒപ്പിട്ട് വീണ്ടും 3 പ്രാവശ്യം അപേക്ഷ ഈ തലങ്ങളിലെല്ലാം അപേക്ഷ കൊടുത്തിട്ടും ഇത് പരിഹരിക്കുന്നില്ല അവര്. ഇപ്പൊ മലിനീകരണ ബോർഡിൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു വിളിച്ചിരുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ചു പേര് പോയപ്പോഴും ഇതിന് റിപ്പോർട്ട് അവർ പറയുന്നത് ഇത് പഞ്ചായത്ത് സെക്രട്ടറി ഇതിന്റെ കാര്യം മുന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ സംരംഭം ഇവിടെ വെച്ച് നിർത്താം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ ഈ ചുറ്റുമുള്ള വരെ കുട്ടികൾക്ക് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഏകദേശം ഒരു 25ഓളം കുട്ടികൾ ഈ വസ്തുവിന് 4 ചുറ്റുമുണ്ട്. അപ്പൊ ഈ കുട്ടികൾക്കെല്ലാം ശ്വാസകോശവും കാറ്റിൻ്റെതും പല പ്രശ്നങ്ങളുള്ള ഏരിയയാണ്. അപ്പൊ ഈ സംരംഭം ഞാനൊരു ആരോഗ്യ പ്രവർത്തക എന്നുള്ള നിലയിൽ ഈ സംരംഭം ഇവിടെ വരുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം ദേവാലയമുണ്ട്, ദേവാലയത്തില് പിന്നെ വൈദികൻ താമസിക്കുന്ന ഇത് മേടയുണ്ട്, അത് പോയിട്ട് നേഴ്സറിയിൽ ഏകദേശം 10-20ഓളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് നേഴ്സറി. അപ്പൊ അതിന്റെ ഫ്രണ്ടിലും ഇതുപോലെ കോഴി ഷെഡ് വന്നിട്ടുണ്ട്. അത് വർഷങ്ങളായി വന്നിട്ടുണ്ട്. അപ്പം പുറവശത്തും കൂടെ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ എല്ലാവരെയും കാര്യം അസുഖം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പഞ്ചായത്തുകാരും പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ഓഫീസും മേലധികാരികളെല്ലാവരും ഈ ശ്രദ്ധയിൽപ്പെട്ട് ഈ സംരംഭം ഇവിടെ വെച്ച് നിർത്തുന്നത് നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പഞ്ചായത്തിന് മുന്നിൽ ഇങ്ങനെ ഒരു ആശങ്ക അറിയിച്ചിരുന്നല്ലോ. RS സ്മാർട്ട് വഴി എല്ലായിടവും പേപ്പറെല്ലാം അയച്ചിട്ടുണ്ട്. ഞങ്ങൾ നേരിട്ട് പോയി. അപ്പോഴവർ പറയുന്നത് ഇങ്ങനെയാണ്, അവരൊരു സംരംഭം തുടങ്ങാൻ ഇപ്പം സഹായം കൊടുത്തിരിക്കലാണ്. പിന്നെ ഈ നാട്ടിലെ ഞങ്ങളെ സംബന്ധിച്ച് ഈ സംരംഭം അവർക്ക് ചെയ്ത് ഉപജീവനമാർഗം ചെയ്യേണ്ട വ്യക്തിയല്ല. കാരണം അവര് പൂവാർ പഞ്ചായത്തുള്ളവരാണ്. പൂവാർ പഞ്ചായത്തുള്ളവർക്ക് പിന്നെ ഇങ്ങനെ സംരംഭം തുടങ്ങാൻ നിന്നപ്പോൾ അവിടെ നിന്ന് ഓട്ടിച്ചു വിട്ട പാർട്ടിയാണ്. അപ്പൊ ഇവിടെ ആയപ്പോഴും നാട്ടുകാര് ഇത് പേടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഈ നാട്ടിലുള്ളവരെല്ലാവരും പേടിച്ചിരിക്കുന്നു ഈ വ്യക്തിയെ എങ്ങനെ ധാരണം ചെയ്യുമെന്ന്. അപ്പം ആൾക്കാരെ കൊണ്ട് ഇത് മനുഷ്യ എത്ര പേര് നശിച്ചു പോയാലും ഇവര് ഭയം, കാരണം സാമ്പത്തികമായിട്ടും ആളായിട്ടും ഇങ്ങനെ അവരെ കുറിച്ചുള്ള ഭയം, ആൾക്കാർക്കെല്ലാം ഭയമാണ്. അപ്പൊ പഞ്ചായത്ത് ഞങ്ങൾ പോയപ്പോഴും അവർ പറയുന്നത് അവർ സംരംഭം തുടങ്ങിക്കോട്ടെ, തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലും ചെയ്യാം. തുടങ്ങിയതിന് ശേഷം എന്റെ ബുദ്ധിയിൽ അങ്ങനെ നിർത്താൻ പറ്റുമോ? അപ്പൊ സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ തുടങ്ങിയ കാര്യമാണ്. 23/10/24 ഞങ്ങള് എല്ലായിടവും പേപ്പറുകൾ അയച്ചിട്ടുണ്ട്. അത് 117 പേരോളം ഈ വസ്തുവിന്റെ ചുറ്റുമുള്ള ആൾക്കാർ ഇടപെട്ടാണ്. വീടാണ് ഈ തൊട്ടടുത്തുള്ളത്. അപ്പൊ ഇത് എന്റെ വീട്ടിന്റെ തൊട്ടടുത്താണ് ഈ കോഴി ഷെഡ് ഇവിടെ വന്നത്. അപ്പൊ നിലവില് 1 കൂട് 2 കൂട് നിർമ്മാണം പൂർത്തിയായി. അടുത്ത 3ാമത്തെ കൂട്ടിന് വേണ്ടി ഇവിടെ വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ ഷെഡിൽ കോഴി ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്തേലിടാൻ പറ്റും. ബാക്കി ഈ പരിസരം മൊത്തം കോഴി ഷെഡായി തീരും. പക്ഷെ ഇപ്പൊ നമ്മൾ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് മേൽ നടപടി കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റൂലെന്നാണ് പറയുന്നത്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇത് പൈസ കൊടുത്ത് സ്വാധീനത്തിന്റെ രീതിയിലാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പം ഇതിന്റെ ഒരു ആശങ്ക എന്ന് പറയുമ്പോൾ ഈ മേഖലയിൽ കോഴി ഷെഡ് ഒരുപാടുണ്ട്. ഇവിടെ നിന്ന് മാറി ഒരു 25 മീറ്റർ കഴിഞ്ഞാൽ അവിടെ നേഴ്സറി, പള്ളിമേട, അതേപോലെ വീടുകളുണ്ട്, അവിടെയും കൂടുണ്ട്. അപ്പൊ ഈ മേഖലയിൽ ആരും അടുത്തടുത്തുള്ള ആൾക്കാരും പേടിച്ച് ആരും സംസാരിക്കില്ല. അപ്പൊ ഈ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ നമുക്ക് ഈ കാര്യങ്ങൾ നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ടാണ് ഇതിനു വേണ്ടി ഇറങ്ങിയത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്, എല്ലാ വീട്ടിലും അസുഖമില്ലാത്ത വീടുകളില്ല ഇവിടെ. അപ്പൊ ഇവിടെയുള്ള സ്മെല്ലും കാര്യങ്ങളും അതിന്റെ നമുക്ക് ഇപ്പോഴേ തന്നെ അറിയാം. അപ്പൊ അത് പോയിട്ടാണ് ഇതിവിടെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമല്ല. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരോടെ ചോദിച്ചു കഴിഞ്ഞാൽ കോഴിയിട്ട് അതിന്റെ സ്മെല്ല് വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പൊല്യൂഷൻ കൺട്രോള്, മനുഷ്യാവകാശ കമ്മീഷൻ, DMO തലത്തില്, കളക്ടർ ഓഫീസ്, സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറി, അങ്ങനെ പല ഓഫീസുകളിലും ഇത് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ഓഫീസ്, അത് കഴിഞ്ഞാൽ സെക്രട്ടറി. ഇപ്പൊ ഇവര് പരസ്പരം ഇതിനെക്കുറിച്ച് ഒരു നടപടി എടുക്കല്ല. ഇത് വർഷങ്ങളായി ഇവിടെ ഷെഡ് ഒന്നും തുടങ്ങിയതല്ല. ഷെഡ് നിർമ്മാണം തുടങ്ങാൻ ഇരിക്കട്ട് തന്നെ തുടങ്ങാനെന്ന് പറഞ്ഞാൽ ഈ വസ്തുവെല്ലാം വൃത്തിയാക്കിയ സമയത്ത് ഇവിടെ 117 പേര് ഒപ്പിട്ട് പരാതി കൊടുത്തതാണ്. എന്നിട്ടും ഇതുവരെ ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് പൂർണ്ണമായിട്ട് ഈ മേഖലയിൽ നിന്ന് മാറ്റണം. ഈ ഷെഡ് ചെയ്യണ ആളെന്ന് പറയുമ്പോഴേ വേറൊരു മേഖല അവരെ വീടിന്റെ അടുത്ത് ഒരു ഷെഡ് ചെയ്യാനിരുന്നതാണ്. അവിടെ നിന്ന് ഓട്ടിച്ചു വിട്ടാണ് ഇവിടെ വന്നത്.
ഇപ്പൊ ഈ ഇപ്പൊ ഇങ്ങനെ ഒരു പരാതി വരുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം വരുമ്പോ ആള് ഇതിനെ കുറിച്ചുള്ള ലീഗൽ വശങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇതിനു മുന്നേ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണോ ആൾക്ക് ഇതിനെ കുറിച്ച് അറിയാത്ത? ഇല്ല അവരെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണത്. അറിയാന്ന് പറഞ്ഞാൽ അവര് എന്തായാലും ആലോചിക്കാതെ ചെയ്യൂല. ഇതിന്റെ ബാക്കിലും ആളുണ്ട്, ബാക്കിലും ഉണ്ട്, ഫ്രണ്ടിലും ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോഴി ഷെഡ് നിർമ്മാണമായിട്ട് വേറെ ആൾക്കാരും ഉണ്ട്. അപ്പൊ അവരുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ നമുക്ക് ഒരു 2000 കോഴി പൊല്യൂഷൻ കൺട്രോളിൽ 2000 പെർമിറ്റ് കൊടുത്തെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് വെച്ച് 2000 തുടങ്ങിയിട്ട് പിന്നെ ആരും അത് ചോദിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതുമായിട്ട് മുന്നോട്ട് ഇവർക്ക് ആവശ്യമുള്ള ഇടാൻ പറ്റും. ഇവിടെ ആരും ചോദിക്കില്ല. ഇവിടെ ഈ സാധാരണക്കാര് കൂലിപ്പണിക്കാരാണ്. ഇപ്പൊ ഞാൻ തന്നെ ഇന്ന് പണിക്ക് പോകാനാണ് നിൽക്കുന്നത്. ഇവിടെ ഇതേപോലെ പ്രശ്നം എന്ന് പറഞ്ഞ് ഇവിടെ രാവിലെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ആൾക്കാർ വന്നു. അതും ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമല്ല. ഇത് തുടങ്ങിയതേ മാനദണ്ഡങ്ങൾ പാലിച്ചാണ്. അപ്പൊ അതുകൊണ്ട് പണിക്ക് പോകാൻ പറ്റിയിട്ടില്ല. നമ്മളെ ഈ മേഖലയിലെല്ലാം സാധാരണ ഇപ്പൊ ഈ വീടെല്ലാം നോക്കി കഴിഞ്ഞാൽ ആരും കാണുന്നില്ല. ഇത് എല്ലാം കൂടെ വൈകുന്നേരം വരുമ്പോൾ ശ്വാസം മുട്ടല്, അലർജി രോഗം, അങ്ങനെ പല പ്രശ്നങ്ങളാണ്. അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് ഉന്നത അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെട്ട് ഇവിടെ നിന്ന് മാറ്റണം. ഇത് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തിരിക്കുകയാണ് പള്ളി. ഇവിടെ 250 കുടുംബമുണ്ട് ഈ പള്ളിയിൽ. അതുമായിട്ട് ഈ നഴ്സറി സ്കൂള്. അപ്പൊ അവിടെ തന്നെ 10-20 കുട്ടികളുണ്ട്. ഇതെല്ലാരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. പക്ഷെ ആരും പരസ്പരം ഇത് സപ്പോർട്ട് ചെയ്യും. കുറച്ചുപേര് സപ്പോർട്ട് ചെയ്യും. ഇവിടെ നമുക്ക് വേണ്ടപ്പെട്ടവർ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ അതൊരു സംരംഭമാണ്. പക്ഷെ ഇത് ഈ ആൾക്കാരെ കൊന്നിട്ടുള്ള സംരംഭത്തിന്റെ ആവശ്യമില്ലല്ലോ ഇവിടെ. ഇത്രയും പറഞ്ഞാൽ മതില്ല. ഞാനും പരിസരവാസിയാണ്. എന്റെ വീട് ഇവിടെ അടുത്താണ്. പക്ഷെ ഇതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ നടത്തുന്നത് ശരിയല്ല. എന്താണ് ഇതിന്റെ പേരിൽ പേടി വല്ലതുണ്ട്? പേടി എന്ന് പറഞ്ഞാൽ നാറ്റവും ഇതിന്റെ സ്മെല്ലും ഒക്കെ അടിക്കുന്നതിന്റെ പേരിലാണ് പറഞ്ഞത്. എനിക്ക് ശ്വാസം മുട്ടലിന്റെ അസുഖമുള്ളതാണ്. എന്റെ വീട്ടിന്റെ അടുത്താണ് ഇങ്ങനെയുള്ള ഒരു സെന്റർ വന്നിട്ടുള്ളത്. വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ശ്വാസം മുട്ടൽ വരുമ്പോൾ ഫാൻ ഇടാനോ ഒന്നും പറ്റില്ല. പുറത്തിറങ്ങി നിന്നാണ് കാറ്റിന്റെ ഇതിലാണ് ഇതുവരെയും നടക്കുന്നത്. കുറെ ദിവസം കൊണ്ടേ ഉണ്ട്. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ട സെന്റ് ജോസഫ് ദേവാലയം RC ചർച്ചിന് തൊട്ട് മുമ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കോഴിപ്പര ഇതിന് പുറകുവശത്താണ്. ഏകദേശം ഒരു 50 മീറ്ററിന്റെ അകത്തുള്ള ഒരു കോഴിപ്പരയാണ്. മാക്സിമം അത്രേ വരുള്ളൂ. ഇവിടെ ഇപ്പോ നമ്മുടെ അച്ഛന്റെ ഒരു മേട, അച്ഛൻ താമസിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. കുരിശടി. അതേപോലെ തന്നെ ഞായറാഴ്ചയോളം 50ഓളം ആളുകൾ ഒരുമിച്ച് ആരാധന നടത്തുന്ന ഒരു ദേവാലയമാണ്. ക്ഷമിക്കുക, 250 കുടുംബം, അതായത് 500ഓളം പേര് വന്നു പോകുന്ന ഒരു ദേവാലയമാണ് ഈ ഉള്ളത്. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തായിട്ട് കൊച്ചുകുട്ടികൾ പറഞ്ഞ പ്രീ പ്രൈമറി നഴ്സറി സ്കൂളാണ്. ഈ പ്രീ സ്കൂളാണ് ഈ ബോർഡ് വരുന്നത്. ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഈ സ്കൂളിന്റെ പുറകിലായിട്ട് വേറൊരു കോഴിപ്പരയുണ്ട്. അത് ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിന്റെ സ്മെല്ല് കൃത്യമായിട്ട് അവിടെ വരുന്നുണ്ട്. നമ്മൾ ഏറ്റവും പ്രാധാന്യം ഈ കൊച്ചുകുട്ടികൾ ഇത് സ്മെല്ല് അകത്തോട്ട് എടുക്കുന്നതോടൊപ്പം തന്നെ ഈ കെമിക്കലുകളിലൂടെ ഉള്ളിലോട്ട് പോകുന്നതാണ് ശരിക്കുള്ള വാസ്തവം. ഇത് നമ്മൾ ഈ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു വലിയ വിഷയമാക്കാൻ നമ്മൾ ഇതിൽ ശ്രമിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സർക്കാർ സംരംഭമാണ്, അറിയാം. അതേപോലെ തന്നെ ഒത്തിരി ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പത്തനാപുര വാർഡിൽ ഒരുപാട് കോഴി ഷെഡുകൾ വെച്ചിട്ടുണ്ട്. അവരൊക്കെ ഒരു സംരംഭം, അവിടെ ഒരു ജീവിത മാർഗം എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ അവര് ഏറെക്കുറെ പേരൊക്കെ വൃത്തിയാക്കി ഇതൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. കുറെ ആളുകൾ വൃത്തിയില്ലാതെ ആ നാട്ടുകാർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ ഇപ്പോഴും കോഴി ഷെഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് 2000 കോഴി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ പലയിടത്തും പറഞ്ഞ 2000 കോഴിക്ക് അകത്താണ്. സർക്കാർ സംവിധാനം വെച്ചിട്ട് 2000 കോഴി എന്ന് പറയുന്നത് ലൈസൻസ് വേണ്ട, ടെമ്പററി നമ്പർ വെച്ചിട്ട് അവർക്ക് പല കണക്ഷനും, അതായത് വൈദ്യുതി കണക്ഷൻ, അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും അവർക്ക് എടുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തില് അവര് ഷെഡ് ക്രമീകരിച്ചിരിക്കുന്ന, നേരത്തെ കണ്ടതുപോലെ ഷെഡ് ക്രമീകരിച്ചിരിക്കുന്നത് 20,000 കോഴികൾ ഇടാൻ പറ്റുന്ന ഒരു തരത്തിലാണ് ഷെഡ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അത് നാട്ടുകാർക്ക് വലിയ രീതിയിൽ ആശങ്ക വരുന്ന ഒരു കാര്യം തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് തരത്തിൽ. കാരണം ചുറ്റുമുള്ള ചെറിയ കോഴി ഷെഡുകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഇത്രയും വലിയൊരു ഷെഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ തന്നെ വരാൻ സാധ്യതയുണ്ട്. അതാണ് ആ നാട്ടുകാർക്ക് ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരുപാട് പേര് ഇതിന്റെ അധികം തന്നെ പരാതികൾ നൽകി കഴിഞ്ഞു. അപ്പൊ ഈ ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഈ ഇടവകയിലെ ഒരു അംഗമാണ്. അപ്പൊ ഇടവകയിലെ പല കുടുംബങ്ങളും ഇതിനെതിരായി പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ഒന്നടങ്കം ഇടവകങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രതികരിക്കുന്ന ഒരു തരത്തിലോട്ട് പോവുകയാണ്. നാട്ടുകാരോടൊപ്പം നമ്മുടെ ഇടവകാരിയും അച്ഛനും ഇതിനോടൊപ്പം പ്രതികരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, ഇതോടൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടി തന്നെയാണ് മുന്നോട്ട് നിൽക്കുന്നത്. അപ്പൊ ഇതൊരു വലിയ വിഷയമായി മാറുന്ന ഒരു അവസ്ഥയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതിന്റെ നടപടികൾ സർക്കാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ കൃത്യമായിട്ട്
ഇതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് എന്താണ് ചെയ്യേണ്ടത്, നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് ഇല്ലാത്ത രീതിയിൽ ഇത് കൈകാര്യം ചെയ്യണമെന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.